Hi guys, it's me, the Mallu Banker. So in this video, we will be discussing about the current affairs and computer awareness strategy for RRB exams. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എല്ലാവരും ചോദിച്ചൊരു കാര്യമായിരുന്നു കറണ്ട് അഫയേഴ്സിനും കമ്പ്യൂട്ടർ അവയർനെസ്സിനും എന്താണ് സ്ട്രാറ്റജി, ഏത് സോഴ്സാണ് ഫോളോ ചെയ്യേണ്ടത്, എങ്ങനെ വേണം പഠിക്കാൻ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അതിൻ്റെ ബേസിസിലാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവരും എൻഡ് വരെ വാച്ച് ചെയ്യുക. ആൻഡ് if you need any free PDFs, you can check my Telegram channel. I will provide the link in the comment box. Okay. So, current affairs. Based on SBI clerk and RRB exams last year, എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിന് എത്ര പ്രാധാന്യം കൊടുത്താലും അത് ഓരോ എക്സാമിനും ആ ഒരു ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിലെ RRB എക്സാംസിന് ലാസ്റ്റ് 6 മന്ത്സിലെ കറണ്ട് അഫയേഴ്സിൽ നിന്നല്ലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. അതിന് കൂടുതലും വന്നത് ഇപ്പോൾ എക്സാം സെപ്റ്റംബറിലായിരുന്നെങ്കിൽ ജാനുവരി ഫെബ്രുവരി ആ ടൈമിലുള്ള കറണ്ട് അഫയേഴ്സിനായിരുന്നു കൂടുതൽ പ്രാധാന്യം. അതും ക്വസ്റ്റ്യൻസ് വന്നിരുന്നത് വളരെ ഡിസ്ക്രിപ്റ്റീവ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ട് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിരുന്നത്. ബട്ട് നമ്മൾ SBI ക്ലർക്ക് മെയിൻസ് നോക്കുവാണെങ്കിൽ ഈ എക്സാമിന് വന്നിരുന്നതെന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതും വന്നത് എക്സാമിന് തൊട്ടടുത്തുള്ള മാസം, അതായത് മാർച്ചിൽ എക്സാം ആയിരുന്നുവെങ്കിൽ ഏപ്രിൽ എക്സാം ആയിരുന്നുവെങ്കിൽ ദെൻ അതിൻ്റെ തൊട്ടടുത്തുള്ള ജാനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസത്തിൽ നിന്നായിരുന്നു കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയൊക്കെ പഠിച്ചാലും മേ ബി ഇപ്പോൾ RRB എക്സാംസിനപ്പോൾ ഈ ഇയർ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. ഇനി ഡിസ്ക്രിപ്റ്റീവ് മോഡലിലായിരിക്കുമോ അതോ ഇനി സിമ്പിൾ വൺ ലൈനർ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാങ്ക് എക്സാംസിന് സാധാരണയായിട്ട് 6 മാസമാണ് പറയുന്നതെങ്കിലും നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴുള്ള എക്സാം സ്ട്രാറ്റജി, അതായത് ഓരോ എക്സാമിനെ വെച്ച് അത് മാറിക്കൊണ്ടേയിരിക്കും. സോ എൻ്റെ ഒരു ടേക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ടൈം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ സ്മാർട്ട് സ്റ്റഡി ചെയ്യുക എന്നുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഫുൾ ടൈം ആസ്പിരൻ്റ് ആയിട്ടുള്ളവർക്ക് നല്ല ടൈം ഉള്ളവർക്ക് ഇപ്പോൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നത് അവർക്ക് കുഴപ്പമില്ലാത്ത കാര്യമായിരിക്കും. ബട്ട് അക്കോർഡിംഗ് ടു മീ എനിക്ക് വളരെ ടൈം കുറവാണ്. സോ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ടൈമിൽ മാക്സിമം കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇയറിലെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ RRBക്ക് ഞാൻ കറണ്ട് അഫയേഴ്സ് ആ എക്സാം ടൈം ആയപ്പോഴായിരുന്നു കൂടുതലും നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് ഫുൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നിരുന്നാലും എനിക്ക് ഐ തിങ്ക് എനിക്കൊരു 8 മാർക്ക് എങ്ങാണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയിരുന്നു. അത് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി കമ്പയർഡ് ടു ഞാനൊരു ആസ്പിരൻറ്റിൻ്റെ സ്കോർ കാർഡ് കണ്ടിരുന്നു. അത് ഡെയിലി അയാൾ പഠിച്ചിട്ട് അയാൾക്ക് 7 മാർക്സോ അങ്ങനെ എന്തോ കിട്ടിയുള്ളൂ. സോ അത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ സ്കോർ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയുള്ള SBI ക്ലർക്ക് മെയിൻസ് കഴിഞ്ഞപ്പോഴും അതിൽ നിന്ന് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ക്വസ്റ്റ്യൻസ് കണ്ടതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് സോഴ്സ് ആണെങ്കിലും ഇപ്പോൾ പലതരം സോഴ്സസ് അവൈലബിൾ ആണ്. ഏത് സോഴ്സ് യൂസ് ചെയ്താലും അതിലെ കണ്ടൻസ് എല്ലാം ന്യൂസ് എന്ന് പറയുന്ന കണ്ടൻസ് എന്ന് പറയുന്നത് എല്ലാം സെയിം ആയിരിക്കും. ബട്ട് അവർ ആ ഒരു ന്യൂസിനെ നമ്മളിലോട്ട് എത്തിക്കുന്ന രീതിയായിരിക്കും വ്യത്യാസമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ പെയ്ഡ് സോഴ്സസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന സോഴ്സ് എന്ന് പറയുന്നത് അഫയേഴ്സ് ക്ലൗഡ് ആണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. സോ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുന്നത് കൊണ്ട് തന്നെ ഞാൻ അതായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് എൻ്റെ സോഴ്സ് എന്ന് പറയുന്ന അഫയേഴ്സ് ക്ലൗഡ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വീക്ക്ലി വേണോ മന്ത്ലി വേണോ അതോ ഡെയിലി വേണോ, ഏതാണ് ബെറ്റർ എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കൺസേൺ വരുന്ന കാര്യം. ദെൻ ഡെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡെയിലി ഒരു 1.5 അവർ അല്ലെങ്കിൽ ഒരു 2 അവർ എങ്കിലും നമുക്ക് ഡെയിലി CAക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇറ്റ്സ് ഓക്കെ ടു ഫോളോ ഡെയിലി. ബട്ട് അക്കോർഡിംഗ് ടു മീ ഞാൻ പറയുകയാണ്, എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതല്ല, ഒരു ഡേ ഒന്ന് സ്കിപ്പായി പോയി കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ഡേയും കൂടെ വരുമ്പോൾ അത് വലിയൊരു ബേർഡൻ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. സോ ഞാൻ ഡെയിലി ഫോളോ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചിരിക്കുന്ന കാര്യം. ദെൻ മന്ത്ലിയിലോട്ട് വരികയാണെങ്കിൽ മന്ത്ലി ഒരു മാഗസിൻ, അതായത് ഒരു അഫയേഴ്സ് ക്ലൗഡിൻ്റെ ആണെങ്കിലും ഒരു പോക്കറ്റ് PDF എടുക്കുകയാണെങ്കിൽ ഒരു 200 സംതിങ് പേജസ് ആയിരിക്കും ഒരു മന്ത്ലി PDF വരുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ബട്ട് അത് പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീക്ക്ലി പഠിക്കാം എന്നുള്ളതാണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കറണ്ട് അഫയേഴ്സിനെ ഇപ്പോൾ 6 മാസവും ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ പോലും മേ ബി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കറണ്ട് അഫയേഴ്സ് ഏത് രീതിയിലാണ് ചോദിക്കുന്നത് എന്ന്. സോ മെയിൻലി ആയിട്ടുള്ളൊരു കാര്യം, അതായത് RRBക്കൊക്കെ കട്ട് ഓഫ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കി മാർക്സ് സ്കോർ ചെയ്യാനൊക്കെ ക്വാൻസും റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം അവിടെ വരുന്ന ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രെഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു
അഭിപ്രായത്തിൽ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ബാക്കിയുള്ള ക്വാൻസിനും റീസണിങ്ങിനും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മൾക്ക് ഒരു 50% പ്ലസ് നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വീക്ക്ലി ഫോളോ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. ഇത്രയും എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് വീക്ക്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഡുവബിൾ ആണ്. ദെൻ മെയിൻ ആയിട്ടും വേണ്ടത് പ്രാക്ടീസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഡെയിലി ഫോളോ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് പ്രാക്ടീസ് ഇല്ല എങ്കിൽ ദെൻ ദർ ഇസ് നോ റിസൾട്ട്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വീക്ക്ലി ഫോളോ ചെയ്തിട്ട് ദെൻ മൾട്ടിപ്പിൾ ക്വിസസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതും ഇഫ് യു ക്യാൻ അഫോർഡ് ദ പെയ്ഡ് സോഴ്സ് ദെൻ സ്മാർട്ട് കിഡ ഈസ് എ ബെറ്റർ ഓപ്ഷൻ. സ്മാർട്ട് കിഡയുടെ മോക്ക് ഡ്രില്ല് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന ഒരു കോഴ്സാണ്. സോ ഇഫ് യു ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ദെൻ യു ക്യാൻ പർച്ചേസ് സ്മാർട്ട് കിഡ. അതർ ദാൻ ദാറ്റ് ദർ ആർ സോ മെനി അതർ വെബ്സൈറ്റ്സ് ലൈക്ക് അപാർജിത് ഉണ്ട്, ദെൻ കപിൽ കാത്പാൽ സാറിൻ്റെ ഉണ്ട്. അങ്ങനെ പല സോഴ്സസ് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ നിന്നൊക്കെ ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? മേ ബി അഫയേഴ്സ് ക്ലൗഡ് ഭയങ്കര വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവാത്തതായിട്ട് തോന്നും. ആദ്യമൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. ബട്ട് അത് കുറച്ച് അതുമായിട്ടൊന്ന് യൂസ്ഡ് ആവുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഹെൽപ്പ് ആവുന്ന ഒരു സോഴ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ ദെൻ എക്സാം ടൈം ആകുമ്പോൾ ദെൻ അതല്ലാണ്ടുള്ള പെയ്ഡ് സോഴ്സസ്, പെയ്ഡ് ബൂസ്റ്റർ PDFs ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ടെലിഗ്രാമിൽ അവൈലബിൾ ആകും. എനിക്ക് കിട്ടുന്ന PDFs ഒക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുമുണ്ട്. സോ ബെറ്റർ വീക്ക്ലി ഏതെങ്കിലും അഫയേഴ്സ് ക്ലൗഡ് അല്ല എങ്കിൽ ബാക്കിയുള്ള വേറെയും സോഴ്സസ് ഉണ്ട്, അതിൽ നിന്നും ആണെങ്കിലും ഏതെങ്കിലും വീക്ക്ലി ഫോളോ ചെയ്ത് അതിനെ ഒരു വീക്ക് എൻഡിൽ റിവൈസ് ചെയ്ത് ക്വിസസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ അതിൽ തന്നെ കറണ്ട് അഫയേഴ്സ് ഏത് ടോപ്പിക്ക് നമുക്ക് ഒഴിവാക്കാമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഞാൻ SBI ക്ലർക്കിൻ്റെ ഒക്കെ ടൈമിൽ പറഞ്ഞിരുന്നു ഓതേഴ്സ് അതുപോലെ തന്നെ അവാർഡ്സ്, റെക്കഗ്നീഷൻ അതിനൊക്കെ പ്രാധാന്യം കുറച്ച് പഠിച്ചാൽ മതിയെന്ന്. ബട്ട് എക്സാമിന് അത് ആ ഏരിയാസിനൊക്കെ കുറച്ച് വെയിറ്റേജ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഫയേഴ്സ് ക്ലൗഡിൻ്റെ ഒരു PDF പഠിക്കുകയാണെങ്കിൽ ആ ഒരു PDF ഫുള്ള് പഠിക്കുക. ഒരു 20 pages ഒക്കെ ഉള്ളൂ. സോ ഒരു വീക്ക്ലി PDF ആകുമ്പോൾ അത്ര ഹെക്റ്റിക് ആവുകയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ വീക്ക്ലി PDF അഫയേഴ്സ് ക്ലൗഡിൽ പഠിക്കുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. അതല്ല എങ്കിൽ സ്മാർട്ട് കിഡ, അതല്ലാതെ വേറെ സോഴ്സസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ഫോളോ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ നമുക്ക് RRBക്ക് മാത്രം വരുന്നതാണ്. ബാക്കിയുള്ള IBPS SBI ഇതിനൊന്നും കമ്പ്യൂട്ടർ അവയർനെസ് ഇല്ല. ഇതിൽ സോഴ്സസ് എന്ന് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അരോറ എഡ്യൂക്കേറ്റർ. അതെല്ലാവരും പറയുന്നൊരു സോഴ്സാണ്. ദെൻ ലാസ്റ്റ് ഇയർ എനിക്ക് RRBക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കമ്പ്യൂട്ടറിന് അത്രയും പ്രാധാന്യം കൊടുത്തില്ല. ദെൻ ഞാനൊരു എഡ്യൂക്കേറ്ററിൻ്റെ വീഡിയോയിൽ കണ്ടു പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഗ്യാപ്പിൻ്റെ ടൈമിൽ കമ്പ്യൂട്ടർ പഠിച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് അത് വലിയ കാര്യമുള്ള ഇതല്ല, അങ്ങനെയുള്ളൊരു വീഡിയോ കണ്ടു. ദെൻ അതിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഞാൻ അതിൻ്റെ ഫസ്റ്റ് മെയിൻസും കൂടെ ആയതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടറിന് അത്രയും പ്രാധാന്യം കൊടുക്കാതെ ബാക്കിയുള്ള മെയിൻസിൻ്റെ ടൈമിൽ നോക്കാം എന്ന് പറഞ്ഞത് സ്കിപ്പ് ചെയ്തിരുന്നു. ബട്ട് അത് ഓക്കെ, RRB PO ആയിരുന്നു ഞാൻ ഫസ്റ്റ് എഴുതിയത്. അതിൽ RRB POയ്ക്ക് എന്നെ വളരെ നെഗറ്റീവായിട്ട് അതിനെ അഫക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ഫോളോ ചെയ്തിരുന്നത് അഡായുടെ ഒരു പോക്കറ്റ് PDF ആയിരുന്നു. അത് പഠിച്ചാൽ മതി, ഫുൾ മാർക്സ് കിട്ടും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ആ വീഡിയോയിൽ കണ്ടത്. സോ അതിൽ നിന്നും ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. ബട്ട് എനിക്ക് കമ്പ്യൂട്ടറിന് RRB POയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ദെൻ നെക്സ്റ്റ് വന്ന ക്ലർക്കിന് ഞാൻ അരോറ എഡ്യൂക്കേറ്ററിൻ്റെ വീഡിയോസ് ഉണ്ട്. ഓക്കെ, പ്ലേലിസ്റ്റിൽ വീഡിയോസ് അവൈലബിൾ ആണ്. ആ വീഡിയോസിൽ ഞാൻ കണ്ടത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടുള്ള ക്വിസ് ഫോമാറ്റിലുള്ള വീഡിയോസ് കുറേ കണ്ടിരുന്നു. അതെന്നെ RRB ക്ലർക്കിൻ്റെ ടൈമിൽ ഹെൽപ്പ് ചെയ്തു. സോ അതിൽ നിന്നും മനസ്സിലായി അരോറ എഡ്യൂക്കേറ്റർ നല്ലൊരു സോഴ്സാണ്. ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. ഓക്കെ, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു എക്സാം ടൈമിൽ സാറ് ഓരോ വീഡിയോ ക്ലാസ്സസ് അവൈലബിൾ ആക്കും. അത് കണ്ടെങ്കിൽ പോലും നമ്മൾക്ക് കൂടുതൽ മാർക്സ് അതിൽ നിന്ന് തന്നെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ കമ്പ്യൂട്ടറിന് ഓവറായിട്ട് കൂടുതൽ ടൈമൊന്നും ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ദെൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐഹന്തിൻ്റെ PDF അവൈലബിൾ ആണ്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് കമ്പ്യൂട്ടറിൻ്റെ സോഴ്സസും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഓരോ കീസിനെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ PDF വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്കവിടെ അത് അവൈലബിൾ ആവുന്നതാണ് അരിഹന്തിൻ്റെ PDF. ദെൻ അരോറ എഡ്യൂക്കേറ്ററിൻ്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുൾ ആണ്. അത് പെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്. ബട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഫ്രീ സോഴ്സ് ആണ്. സോ അരോറ എഡ്യൂക്കേറ്റർ യൂട്യൂബ് ചാനൽ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇത് രണ്ടുമാണ് കറണ്ട് അഫയേഴ്സിനും കമ്പ്യൂട്ടറിനും ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.